സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വി.ഡി. സതീശൻ ആഹാരം കഴിച്ചതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. ഉച്ചയ്ക്ക് ആരാണെങ്കിലും ഭക്ഷണം കഴിക്കില്ലേ? ഞാനങ്ങനെ നേരിട്ട് തന്നെ വിളിച്ച് പൊന്നാനിയിലൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരിടത്ത് ഊണ് ഏർപ്പാട് ചെയ്ത് അവിടെ പോയിട്ട് ഊണ് കഴിച്ചു എന്നല്ലാതെ ഊണ് കഴിക്കുന്ന പോലും തെറ്റാണെന്നുള്ള അത് ഈ പറയുന്നത് വിഷയ ദാരിദ്ര്യത്തിന്റെ ഉദാഹരണമാണ്. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്ക ദുരിതവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞു? ഒരു ദുരന്തത്തിനെ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ മുമ്പ് പ്രളയം ഉണ്ടായ സമയത്ത് പോലും നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് പോരായ്മകളെ കുറിച്ച്. പക്ഷേ ഇതുപോലെ അന്ന് പിണറായി വിജയൻ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഏതായാലും ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോൾ 2018-ലും 2019-ലും ഒക്കെ പ്രളയം ഉണ്ടായപ്പോഴും ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ പിണറായി വിജയൻ കട്ട ഉപവാസമായിരുന്നല്ലോ. നെന്മീൻ പൊരിച്ചത് പോയിട്ട് തിരി ഗോതമ്പ് കഞ്ഞി പോലും അദ്ദേഹത്തിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയിട്ടില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. മുൻ മാതൃകകൾ അങ്ങനെയല്ല. ജനങ്ങൾ വെള്ളപ്പൊക്കത്തിന് ദുരിതം അനുഭവിക്കുന്ന സമയത്ത് സാറേ ഭക്ഷണം എടുക്കട്ടെ എന്നൊരു ജോലിക്കാരൻ ചോദിച്ചതിന്റെ പേരിൽ അയാളെ പിരിച്ചുവിട്ട ആൾ പോലും ആയിരുന്നു അത്രേ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. സൽക്കാരങ്ങൾക്കൊന്നും പിന്നെ അങ്ങേര് പോയിട്ടേ ഇല്ല. മലയോര മേഖലയിലെല്ലാം ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കാത്ത സാഹചര്യമില്ല. എന്തെങ്കിലും ഒരു തീരുമാനം കേരളത്തിന്റെ മന്ത്രിസഭയുടെ ഭാഗമായി ജനങ്ങളോട് പറഞ്ഞോ? അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പരിപാടികൾ മുഴുവൻ സ്വകാര്യ പരിപാടികളായിരുന്നു. ആ സ്വകാര്യ പരിപാടികൾ നടക്കുന്ന ജില്ലകളിൽ പോലും റെഡ് അലർട്ടാണ്. ഇവിടെ ഇപ്പൊ സതീശൻ കുറച്ച് ആഹാരം കഴിച്ചതാണല്ലോ പ്രശ്നം. ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് അമേരിക്കയിൽ സുഖചികിത്സയ്ക്ക് പോയ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. 10 കൊല്ലത്തെ ദുരിതകാലം ചാകര പോലെ കണ്ട സഖാക്കളാണ് ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. മുൻ മാതൃകകൾ അങ്ങനെയല്ല. നല്ല ആത്മവിശ്വാസം പകരേണ്ട സമയമാണ് ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും. പ്രളയ ഫണ്ട് മുതൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വരെ മോഷണം നടത്തി. കോവിഡ് കാലത്തെ കിറ്റുകൊള്ള പിന്നെ ലോകപ്രസിദ്ധമാണ്. ആംബുലൻസിനുള്ളിൽ വെച്ച് രോഗിയെ പീഡിപ്പിച്ച സംഭവം വരെ ആ സമയത്തുണ്ടായി. പ്രളയത്തെ നോക്കി കരഞ്ഞ സജി ചെറിയാനെ ഇക്കായ്ക്ക് ഓർമ്മയുണ്ടോ? 2018 വെള്ളപ്പൊക്കത്തിന് ചെങ്ങന്നൂര് മുങ്ങിയപ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിലേക്ക് സഹായത്തിന് വിളിച്ച സജി ചെറിയാൻ എത്ര കരുത്തനായ നേതാവാണ്. അതുപോലെ ഒരു വിളി കരഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഏതെങ്കിലും MLA മാർ നടത്തിയാലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും. എന്താകുമായിരുന്നു ഇവിടുത്തെ പരിഹാസം? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. സതീശൻ എന്ത് കഴിക്കുന്നു, എപ്പോ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എവിടെ എത്ര പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നു, ഇതൊക്കെ നോക്കലാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ പണി. ചുവന്ന പരവതാനി വിരിക്കാതെ പാദങ്ങൾ എടുത്തു വെക്കാതിരുന്ന, ലിഫ്റ്റ് ഇല്ലാത്ത ബസ്സിൽ മൂലം ഉറപ്പിക്കാതിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇവരുടെ എല്ലാവരുടെയും വായിൽ പഴമായിരുന്നു എന്ന് ഇതിനാൽ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. നല്ല ആത്മവിശ്വാസം പകരേണ്ട സമയമാണ് ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും. ഈ കാണുന്ന അനൗചിത്യം ഇനി ഉണ്ടാകരുത്. ഇന്ന് ഇതിനു പുറമേയും മറ്റു ചില സ്വകാര്യ പരിപാടികൾ, നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടികളിലൊക്കെ ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്തായാലും ഇത് നിരാശാജനകമാണ്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അദ്ദേഹം ദുരന്തമുഖത്ത് സജീവമാകാൻ ഇനിയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ല, പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോഴും വിചിത്രമായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. PM ശ്രീ പദ്ധതിയെ 3 മാസം മുൻപ് വരെ ന്യായീകരിച്ച് മെഴുകി നടന്ന മഹാന്മാരാ.
ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഔചിത്യം എന്ന വാക്കിന്റെ അർത്ഥം ഉചിതമായത് എന്നാണിക്ക. ഇവിടെ മഴ തുടർച്ചയായിട്ട് പെയ്തു, പലയിടങ്ങളിലും വെള്ളം കയറി. വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അപ്പോഴപ്പോൾ മുഖ്യമന്ത്രി കൈമാറി. പിന്നെ സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഔചിത്യമില്ലായ്മയുണ്ട്, നാട്ടുകാരെ പേടിപ്പിച്ചില്ല എന്നതാ അത്. 10 കൊല്ലം പ്രളയവും ദുരന്തങ്ങളും ഒക്കെ PR ചെയ്ത് മുതലാക്കിയവർക്ക് VD സതീശൻ അങ്ങനെയൊന്നും ചെയ്യാത്തതിലുള്ള പ്രയാസം നല്ലതുപോലെ ഉണ്ട്. എന്തായാലും പ്രളയ ഭീഷണി നേരിടുന്ന എല്ലാ മണ്ഡലത്തിലും അവിടുത്തെ UDF MLA-മാർ ചുറുചുറുക്കോടെ വെള്ളത്തിലും കരയ്ക്കുമായി ഉണ്ട്. പക്ഷേ പണ്ടത്തെ PR വർക്കിന്റെ എഫക്റ്റുകളൊന്നും വേണ്ടത്ര വരുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും വാർത്താ സമ്മേളനം നടത്തി ആദ്യം ജനങ്ങളെ ഭീതിയിലാഴ്ത്തും. ആ ഭീതിയിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും. ഇതാ ഒരു മഹാദുരന്തത്തിൽ നിന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് കേരളത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങളെ വരുത്തി തീർക്കും. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പ്രളയവും കോവിഡും വന്നപ്പോൾ മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തി ഞങ്ങളാണ് ഈ നാടിന്റെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് DYFI പിടിമുറുക്കിയത്. ഒരർത്ഥത്തിൽ തുടർഭരണത്തിലേക്ക് നയിച്ച ഒരു PR വർക്ക് ആയിരുന്നു അത്. മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് എത്രയോ ജനങ്ങളാണ് പ്രളയത്തിൽ മരണപ്പെട്ടത്. പണ്ട് നിപ വന്നപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? റോഡ് മാപ്പ്, ഭീതി, വാർത്താ സമ്മേളനങ്ങൾ. ഇപ്രാവശ്യവും നിപ വന്നു. ഡോക്ടർമാരെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തു. സർക്കാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. വന്നതുപോലെ നിപ പോയില്ലേ? ഇപ്പോഴത്തെ സർക്കാരിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വശമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആവശ്യമില്ലാതെ മനുഷ്യരെ പേടിപ്പിക്കുന്ന, ആശങ്കയിലാക്കുന്ന ഒരു രീതി ഇവർക്കില്ല. നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്കും ആരുടെയും പ്രഹസനമൊന്നും കാണണ്ട റഹീമിക്ക. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ബോധിപ്പിക്കാതെ ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കോളും. അല്ല, കേരളത്തിലെ ദുരിതബാധിതരെ ഓർത്ത് ഇക്ക ആഹാരം കഴിക്കാതിരുന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കഴിക്കണേ. കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ ചെന്ന് ഇംഗ്ലീഷൊക്കെ നോക്കി വായിക്കാനുള്ളതല്ലേ. ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് മലയാളത്തിലായി പോയല്ലോ. ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ലേ ഇക്കയ്ക്ക് വശമുള്ളൂ. അതും ഇക്കയ്ക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രത്യേക ഇംഗ്ലീഷ് പറയുകയും വേണം. അതായത് റഹീമിക്ക, ക്യാൻ യു ദ ഫുഡ് ഓഫ് യു ഈറ്റ് ഓർ നോട്ട് ഈറ്റ്? യു പ്ലീസ് ഈറ്റ് അറ്റ്ലീസ്റ്റ് എ റൈസ് ആൻഡ് എ കോക്കനട്ട് ചമ്മന്തി ഇക്ക, പ്ലീസ്. ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്. ആഹാരം കഴിച്ചു എന്ന ഔചിത്യമില്ലായ്മ VD സതീശൻ കാണിച്ചു പോയല്ലോ ഇക്ക. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങ് ക്ഷമിച്ചു കളാ. എല്ലാവർക്കും നിങ്ങളുടെ ക്യാപ്റ്റന്റെ അത്രയും കഴിവ് ഉണ്ടാകത്തില്ലല്ലോ. മഴ പെയ്യുമ്പോൾ മുഖ്യമന്ത്രി ആഹാരം കഴിക്കാതിരുന്നാലേ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്ന് സതീശൻ അറിയത്തില്ലായിരുന്നു. ഇത്തരം അമൂല്യമായ അറിവുകൾ നിങ്ങൾ പങ്കുവെക്കുമ്പോഴല്ലേ അദ്ദേഹവും മനസ്സിലാക്കുന്നത്. ഇനി ആവർത്തിക്കൂല കേട്ടോ. പിന്നെ ഇപ്പൊ വ്യാപകമായിട്ട് സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ്, കുറെ ശോക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ആ തിരക്കിനിടയിൽ അമ്മയുടെ കൈവിട്ടുപോയ കുട്ടി അമ്മയെ തിരയുന്നത് പോലെ കേരളം ഇന്ന് ആ മനുഷ്യനെ തിരയുകയാണ്, പിണറായി വിജയനെ. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. പിണറായി വിജയനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സകല കമ്മികളും കരഞ്ഞു വിളിക്കുകയാണ്. എന്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ അത്. അങ്ങനെ ഒരു മാതൃക ചിന്തിക്കാൻ പോലും കഴിയില്ല ഇനി കേരളത്തിന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകളെ. ഇതൊക്കെ പടച്ചു വിടുന്നവന്മാർക്ക് ഒരു ഉളുപ്പില്ല എന്ന് അറിയാൻ വയ്യാത്തത്. ആ ചൂരൽമലയിലെ ദുരന്ത ബാധിതരിൽ എത്ര പേർക്ക് വീട് കിട്ടിയെന്ന് ഈ സമയത്ത് അന്വേഷിക്കാമായിരുന്നല്ലോ കമ്മികളെ. പിണറായി വിജയൻ ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്നതുപോലെയുള്ള വാഴ്ത്തുപാട്ടുകൾ VD സതീശൻ ഇപ്പൊ ഇറക്കാത്തതിന്റെ പ്രശ്നമാണ് സഖാക്കൾക്ക്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? സാധാരണ ഒരു ദുരന്തമൊക്കെ വരുമ്പോൾ ആളുകൾ രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും നോക്കാതെ അതിനെ നേരിടാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ ചെയ്യാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് സാധാരണ മനുഷ്യരൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ കമ്മികളുടെ പ്രാക്ക് കൊണ്ട് നിറയുകയാണ് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും. അനുഭവിക്കും കേരളത്തിലുള്ളവർ അനുഭവിക്കട്ടെ, ഇനി ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രാകുകയാ.
ഭരണം പോയതിന്റെ സമ്മർദ്ദം എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും അവർക്ക് തീരുന്നില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഏതായാലും കേരള ജനത ഒരു കാര്യം മനസ്സിലാക്കി. PR വർക്കുകൾ ഇല്ലാതെയും ഞാനാണ് കേരളത്തെ രക്ഷിച്ചത് എന്ന പ്രഹസനമില്ലാതെയും വാഴ്ത്തുപാട്ടുകളില്ലാതെയും ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുമെന്ന് അതൊരു വലിയ തിരിച്ചറിവാണ്. കേട്ടല്ലോ, ഇനി എന്റെ മുൻ ചെല്ല്. കാലത്തെ ഓരോന്ന് വരും ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. bing bing boo, tum 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 tum